എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായി. അത് നമ്മുടെ ബഹുമാനപ്പെട്ട അൻസാരി സുബഹി ഉസ്താദിന്റെ ഒരു വീഡിയോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ തന്നെ ആയിരുന്നു എന്ന് വേണം പറയാനായിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. അതായത് ഒരു BJP പ്രവർത്തകനാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോയുടെ ക്ലിപ്പ് കൊടുത്തതിന് ശേഷമായിരുന്നു അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കേൾക്കാം, അതിനുശേഷം അതിലേക്ക് വരാം. ഹലാല് വളരെ നിർദോഷമാണ്, ഇസ്ലാമാണെന്നല്ലേ എന്ന് നമ്മുടെ ചോദ്യം. ജനം ടിവിയിൽ നമ്മൾ ഹലാൽ ചർച്ചയിൽ ഭക്ഷണത്തിൽ തുപ്പുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പോഴും ഇത് നിർബാധം തുടരുന്നു. ഭക്ഷണം ഹലാലാക്കുന്നത് തുപ്പിയിട്ടാണ്. എന്തൊരു മനുഷ്യ വിസർജനം നമ്മൾ കഴിക്കണം. അപ്പോ എന്തായാലും ഈ മഹാപണ്ഡിതനായിട്ടുള്ള നമ്മുടെ BJP പ്രവർത്തകനായിട്ടുള്ള നേതാവ്, അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, ഇതുപോലെ തന്നെ മുസ്ലിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല, അത് അവര് തുപ്പിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ തുപ്പല് ഇടുന്ന ഭക്ഷണം ആയതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല, ഹെൽത്തിനൊക്കെ കംപ്ലൈന്റ് ആവും എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും മുസ്ലിങ്ങൾ ഇങ്ങനെ തുപ്പി കൊടുക്കുന്ന ഭക്ഷണം എന്തിനാണ് കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അൻസാരി ഉസ്താദിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് എനിക്ക് ഇദ്ദേഹത്തോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സംഘപരിവാർ എന്ന് പറയുന്ന പാർട്ടിയോട് പലർക്കും വിരോധമുണ്ടായിരിക്കാം, പലർക്കും ആ ഒരു പാർട്ടിയോട് യോജിപ്പുണ്ടാവില്ല. പക്ഷേ ഞാനെന്ന് പറയുന്ന വ്യക്തി ശരിക്കും എനിക്ക് പാർട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ BJP അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്, അങ്ങനെ എനിക്ക് കമ്മ്യൂണിസ്റ്റിനോടോ കോൺഗ്രസിനോടോ ഒന്നും ഒരു വിരോധവും ഇല്ല. പക്ഷേ ഞാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എന്ന് കരുതി നിങ്ങളെ പോലുള്ള ആളുകൾ ഇരുന്നിട്ട് പറയുന്ന ഇത്തരം വൃത്തികേടുകളെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല, ഒരിക്കലും അംഗീകരിക്കുകയും ചെയ്യത്തില്ല. അപ്പൊ അതായത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ആരാ പറഞ്ഞത് ഇവർ ഭക്ഷണത്തിൽ തുപ്പും എന്ന്? ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലുള്ള ആളുകളാണ് ഇറക്കുമതി ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്നലെയോ വന്ന ആളുകളല്ല ഈ പറയുന്ന ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അവർ ഭക്ഷണത്തിൽ എന്നു തൊട്ടാണ് നിങ്ങൾക്ക് തുപ്പാൻ തുടങ്ങിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ജാതി മതം നോക്കിയിട്ടൊന്നും അല്ല ഭക്ഷണം കഴിക്കുന്നത്, ഒരുമിച്ച് കൈയിട്ട് വാരി കഴിക്കാറുണ്ട്. ഇന്നത്തെ കാലത്തെ കുട്ടികളാണെങ്കിൽ നമ്മളൊക്കെ അന്ന് കറികളാണ് ഷെയർ ചെയ്ത് കഴിക്കുന്നത്. പക്ഷെ ഇന്ന് കുട്ടികൾ അങ്ങനെയല്ല. ഓരോരുത്തരും കൊണ്ടുവരുന്ന ഫുഡ് ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈയിട്ട് അളിച്ച് വാരി തിന്നും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ നല്ല ഒരു വശം എന്ന് പറഞ്ഞാൽ. ആ ഒരു കാര്യത്തിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെ വേണമെന്ന് അഭിപ്രായക്കാരിയാണ് ഞാൻ. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളായാലും ഒരുമിച്ച് അങ്ങനെ തന്നെ വളരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടോ ആരെങ്കിലും വായ തുറന്ന് തുപ്പിയിട്ടിട്ട് അത് ഇളക്കി എല്ലാവർക്കും കൊടുക്കുന്നത്? നമ്മൾ കാണാത്ത കാര്യം എന്തിനാണ് പറയുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ ഭക്ഷണത്തിൽ തുപ്പാറില്ല. ഇവരെന്തൊക്കെയോ ഇവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ, എനിക്കത് എന്താണെന്ന് പറയാൻ കൂടി അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അധികം അതേക്കുറിച്ചിട്ടൊന്നും വിശദമായിട്ട് പറയാനും പോകുന്നില്ല. നമുക്കറിയാത്ത കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ പോരെ. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഒരു ഉമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ മരണപ്പെട്ടുപോയി. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കൊക്കെ ഈ കൊതി പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ നാട്ടിൻപുറത്തുകാരൊക്കെ കൊതിക്കോതും, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ ഒരു ഉമ്മയാണ് നമുക്ക് കൊതിക്കോതി തരുന്നത്. കൊതിക്കോതിയതിന് ശേഷം ലാസ്റ്റ് അവരിങ്ങനെ അതിനകത്ത് ഇങ്ങനെ ആ ഒരു കൊതിക്കോതുമ്പോൾ ഈ ഉപ്പ് പുളി ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ കൊതിക്കോതുന്നത്. അതിനകത്ത് ഇങ്ങനെ വായ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ ഊതിയിട്ട് നമുക്ക് തരാറുണ്ടായിരുന്നു. എന്നിട്ട് പറയും ഇത് കൊണ്ടുപോയി തൊട്ടുരിയാടാതെ ഇതിൽ നിന്ന് എല്ലാത്തിനും ഇച്ചിരിച്ച് തിന്നിട്ട് എല്ലാം കൂടെ ഒടുവിൽ അതിനകത്ത് ഇച്ചിരി ഉമിനീരോട് കൂടി തുപ്പിയിട്ട് വയറിലും തലയിലൊക്കെ ഒഴിഞ്ഞ് എരിയുന്ന അഗ്നിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറയുമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഊതാറുണ്ട്, ഭക്ഷണത്തിൽ ഊതും. അതല്ലാതെ ഭക്ഷണത്തിൽ തുപ്പുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അങ്ങനെ ആരും ചെയ്യത്തുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കഴിക്കണ്ട. പക്ഷേ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന കുറച്ചധികം ആളുകളെങ്കിലും വിശ്വസിക്കും. അയ്യേ അവർ തുപ്പിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്ന് ചിന്തിക്കും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട. നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ബംഗാളികളും തമിഴന്മാരും വന്നിട്ട് കക്ഷത്തടിച്ച് വെക്കുന്ന കക്ഷത്ത് വെച്ച് പരത്തിയെടുക്കുന്ന പരിപ്പ് വടയും അതുപോലെ തന്നെ നെഞ്ചത്തിലുള്ള വിയർപ്പ് ഒപ്പി വെക്കുന്ന പെറോട്ടയൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു നീറ്റലും ഇല്ലല്ലോ. നിങ്ങളൊക്കെ അതൊക്കെ എത്ര രുചികരമായിട്ടാണ്, നിങ്ങളൊക്കെ അത് എത്ര ആസ്വദിച്ചാണ് തിന്നുന്നത്. അപ്പൊ നമ്മൾ കാണുന്നത് കാണാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വൃത്തികേടുകൾ കലരുന്നുണ്ട്. നമ്മൾ പാനിപൂരിയിലൊക്കെ നമ്മളിപ്പോ ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു സംഭവമാണ്. പാനിപൂരിയിൽ ആ ഒരു രസം പോലെ ഒഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു
ഒരു ഗ്രേവി ഒഴിക്കുമല്ലോ, അപ്പൊ അതിൽ മൂത്രം ഒഴിച്ചിട്ട് അത് ഒന്ന് കലക്കിയിട്ട് ഒഴിക്കുന്നത് നമ്മൾ കണ്ടു. ആരോ എടുത്ത് അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതാണ്, ഇങ്ങനെ ചെയ്യുന്നത് ആരോ കണ്ട. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് സമൂഹത്തിൽ. എന്ന് കരുതി നിങ്ങൾ ഉത്സവപ്പറമ്പുകളിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കുന്ന പാനിപൂരി ആരും കഴിക്കരുതെന്ന് നിങ്ങൾ പറയുമോ? അങ്ങനെ പറയുമോ നിങ്ങൾ? അതുപോലെ തന്നെ പലരും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാവ് അടിക്കുന്ന സമയത്ത്, അതായത് മൈദയുടെയൊക്കെ മാവ് ഇങ്ങനെ വലിച്ചടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിങ്ങനെ നെഞ്ചിലും കക്ഷത്തൊക്കെ ഇരിക്കുന്ന ആ ഒരു വിയർപ്പ് അതിൽ നിന്ന് ആ ഒരു മാവ് വെച്ച് തന്നെ തുടച്ചെടുക്കുന്നതും, അതുപോലെ കൈ കൊണ്ട് അത് ആ വിയർപ്പ് വടിച്ച് അതിൽ തന്നെ ഇടുന്ന, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണാറുണ്ട്. എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ ആരും പൊറോട്ട ഉപയോഗിക്കരുത്, ഇതെല്ലാം വിയർപ്പ് വെച്ചിട്ട് ഒപ്പിയും എടുത്തും പറിച്ചും ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾ ആരെങ്കിലും വന്ന് പറയുമോ? ഒരിക്കലും നിങ്ങൾ ആരും പറയത്തില്ല. കാര്യം എന്താന്ന് വെച്ചാല് ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം വിരോധാഭാസമാണ് ഈ പറയുന്നത്. ഒരു മതവിഭാഗത്തിനെതിരെയുള്ള ഒരു വിരോധാഭാസം. നിങ്ങൾക്ക് ഇസ്ലാമിനെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അവരെ പിന്തുണയ്ക്കണ്ട. പക്ഷേ ഇങ്ങനെ ബോധപൂർവം അപമാനിക്കുന്നത് ശരിയല്ല. നമ്മളുടെയൊക്കെ വീടിന്റെയൊക്കെ അടുത്തുണ്ട്, നമ്മളൊക്കെ എത്ര സന്തോഷത്തോടെയും സ്നേഹത്തോടു കൂടിയാണ് കഴിയുന്നത്. ഇവിടെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് ഒരു കൂട്ടം ആളുകൾ എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. മുസ്ലിങ്ങളായാലും ഹൈന്ദവരായാലും ക്രിസ്ത്യാനിറ്റിയിലുള്ള ആളുകൾ മാത്രം ഇവിടെയില്ല. പക്ഷെ നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മേടിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെയൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ BJPയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാം മിക്സ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. എന്ന് കരുതിയിട്ട് രാഷ്ട്രീയം ഇവിടെ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാറില്ല. അതൊരു ഇലക്ഷന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാല് നിങ്ങളൊക്കെ കാണിക്കുന്ന ഇതുപോലെയുള്ള വൃത്തികേടുകൾ വെച്ചിട്ടാണ് പല ആളുകളും ഈ ഒരു രാഷ്ട്രീയത്തെ പോലും വെറുപ്പോടുകൂടി നോക്കിക്കാണുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് BJP പ്രവർത്തകൻ പറഞ്ഞാലും അതുപോലെ കോൺഗ്രസ്സുകാരൻ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് വേണ്ടാത്ത സാധനം നിങ്ങൾ കഴിക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നത് പോലെ ഇങ്ങനെ പറയുന്ന നിങ്ങൾക്ക് തുണി ഉടുക്കാതെ നടക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നഗ്നത കാണിച്ച് പണം ഉണ്ടാക്കുന്ന എത്രയോ അലവലാദികളുണ്ട്. നിങ്ങളൊക്കെ എന്താണ് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണം നടത്താത്തത്? ഈ ഭക്ഷണത്തിന്റെ കാര്യം മാത്രം എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മതവിഭാഗത്തിന് എതിരെ അവരെ താറടിച്ച് കാണിക്കാനുള്ള ഒരു ആയുധം, അത് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു തുപ്പലിന്റെയും ഭക്ഷണത്തിന്റെയും കാര്യം. നമ്മളൊക്കെ ഒരുപാട് കടകളിലൊക്കെ കയറി ഭക്ഷണം കഴിക്കാറുണ്ട്. ഹിന്ദുക്കളുടെ കടകൾ നോക്കി മാത്രം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു റബ്ബർ എടുത്തിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാനേ പറ്റൂ വയറ് വിശക്കുന്ന സമയത്ത്. കേരളത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യവസായ മേഖലയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള സഹോദരങ്ങൾ തന്നെയാണ്. അത് ഒരു സൂപ്പർ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാലും ഒരു തുണിക്കട എടുത്തു കഴിഞ്ഞാലും ജ്വല്ലറി എടുത്തു കഴിഞ്ഞാലും ഹോട്ടലുകൾ എടുത്തു കഴിഞ്ഞാലും ഒക്കെ അവരുടേത് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. നല്ല അടിപൊളി ബിരിയാണികളും അതുപോലെ തന്നെ മന്തിയും എല്ലാം കിട്ടുന്നത് അവരുടെ കടയിൽ നിന്നൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നതും കേട്ടുകൊണ്ടിരിക്കാനായിട്ട് ഈ ആളുകൾക്ക് എന്താ വട്ടുണ്ടോ? അപ്പൊ ഇതാണ് എനിക്ക് പ്രിയപ്പെട്ട ഈ ഒരു BJP സഹോദരനോട് പറയാനുള്ള ഒരു മറുപടി എന്ന് വെച്ചാല്, അപ്പോ എന്തായാലും ഇതെങ്കിലും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാനും നരേന്ദ്രമോദിജിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്ന് കരുതി നിങ്ങളൊക്കെ പറയുന്ന എല്ലാ വാക്കുകളും കേട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇത്തരത്തിലൊരു മറുപടി നിങ്ങൾക്ക് നൽകണമെന്ന് തോന്നി. പിന്നീട് ഇനി നമുക്ക് നേരെ നമ്മുടെ ബഹുമാനപ്പെട്ട അൻസാരി സുബഹി ഉസ്താദിലേക്ക് തന്നെ മടങ്ങി വരാം. ഉസ്താദിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ഉസ്താദിന്. ഇതെവിടെ കുടിക്കുന്നത്? പള്ളി ഇരുന്നുണ്ടാ തുപ്പിയ ഭക്ഷണോ? അതാരാ? ഗോപീട്ടനല്ലേ ഇത്? ഗോപീട്ടനാ ഈ ഹലാല് ഭക്ഷണം കഴിക്കുന്നത്? ഹലാല് ഫുഡ്, അതും തുപ്പല് കലങ്ങിയത് തോണ്ടി 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 തിന്നുന്നല്ലേ? കന്താ ഞാനും വരാം തുപ്പൽ കഞ്ഞി മോന്താ തുപ്പല് കഞ്ഞൊന്ന് മോന്തണം കാന്താ തുപ്പല് കഞ്ഞൊന്ന് മോന്തണം കാന്താ കാന്താ ഞാനും വരാം. അപ്പൊ നമ്മുടെ ഉസ്താദ് മോശക്കാരനല്ല. ഉസ്താദ് നേരെ സുരേഷ് ഗോപിയെ കയറി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഉസ്താദിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നുള്ളൊരു മറുപടി ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഉസ്താദ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഈ പറയുന്ന, അതായത് ഈ തുപ്പിയിട്ടുള്ള ഭക്ഷണത്തിന്റെ കാര്യം, തുപ്പൽ കഞ്ഞിയുടെ കാര്യം പറഞ്ഞത് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനല്ല പറഞ്ഞത്. പറഞ്ഞ ആള് വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അയാൾക്ക് കൊടുക്കാനുള്ള മറുപടി അയാൾക്ക് തന്നെ കൊടുക്കാം. അവിടെ എന്ന് വെച്ചാൽ ഉസ്താദിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരാനും ചെണ്ടയിൽ കൊട്ടിയതിന് അടി കൊള്ളുന്നത് പുല്ലാങ്കുഴൽ വായനക്കാരനാണ് എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നുന്നത്. ചെണ്ടയിലിട്ട് കൊട്ടിയ ആള് വേറെയാണ്, എന്നാൽ അടി കിട്ടിയതോ പുല്ലാങ്കുഴൽ വായിച്ച ആളിന്.
എന്തല്ലേ? അതേ രീതിയാണ് ഇതേ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ചെയ്തിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങളുടെ പള്ളിയിൽ വന്നിട്ടാണ് നോമ്പ് തുറയുടെ സമയത്ത് വന്നിട്ട് ഇതുപോലെ അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചത്. അതിന് നിങ്ങൾ അപമാനിക്കുന്നത് നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. മനസ്സിലായില്ലേ? അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഒരാൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇത്രയധികം അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളിന്റെ സ്ഥാനത്ത് മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനെ ആയിരുന്നെങ്കിലും കോൺഗ്രസ്സുകാരനെ ആയിരുന്നെങ്കിലും ഇനി മറ്റ് ഏത് പാർട്ടിയിലുള്ള ആളിനെ ആയിരുന്നു എങ്കിലും ഇത്തരത്തിൽ താങ്കൾ സംസാരിച്ചത് എങ്കിൽ ഞാൻ ഇതുപോലെ മാത്രമേ പ്രതികരിക്കത്തുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ പറഞ്ഞ വ്യക്തിക്ക് കൊടുക്കാനുള്ള മറുപടി അയാൾക്ക് തന്നെ കൊടുക്കണമായിരുന്നു. അല്ലാതെ അതിന് മറുപടി നിങ്ങളുടെ പള്ളിക്കകത്ത് വന്നിട്ട് നിങ്ങൾ നോമ്പ് തുറയുടെ സമയത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ച ആ ഒരു സുരേഷ് ഗോപിക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അയാൾക്ക് നിങ്ങൾ എന്തിനങ്ങനെ ഒരു മറുപടി കൊടുത്തത്? അത് തെറ്റല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങളെ പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു മതവിഭാഗത്തിനെ അടച്ചാക്ഷേപിച്ച് സംസാരിച്ചത് ആരായിരുന്നു? ആ ഒരു വ്യക്തിക്ക് കൊടുക്കണമായിരുന്നു, അല്ലാതെ മറ്റൊരാൾക്കല്ല കൊടുക്കേണ്ടത്. തെറ്റ് ചെയ്യുന്നവനെയാണ് കല്ലെറിയേണ്ടത്, അല്ലാതെ മാറി നിൽക്കുന്ന ആളിനെ അല്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി നിങ്ങൾക്ക് അയാൾക്ക് കൊടുക്കാം, അർഹിക്കുന്ന മറുപടി തന്നെ കൊടുക്കാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അയാൾ വന്ന് നിങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് നോമ്പ് തുറയുടെ സമയത്ത് അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അയാള്. എന്നിട്ട് അയാൾ നമ്മൾ കാണാറുണ്ട്, വാഴയിലയിൽ ഫുഡ് കഴിച്ചാലും പ്ലേറ്റിൽ ചോറ് കൊടുത്താലും അദ്ദേഹം ഇങ്ങനെ വിരളൊക്കെ ഊറി കൈയൊക്കെ ഇങ്ങനെ നക്കി തുടച്ചെടുക്കുന്ന സ്വഭാവമുണ്ട് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന്. നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്കറിയാവുന്നത്. അപ്പൊ ഇയാൾ ആ പാത്രത്തിൽ തൊട്ട് നിൽക്കുന്നതിനെ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ അപമാനിച്ചത് എന്തായാലും താങ്കളുടെ ആ ഒരു നിങ്ങളുടെ നിലവാരത്തെ തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ നിലവാരം തന്നെയാണ് ഇടിഞ്ഞു താഴുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ആര് പറഞ്ഞാലും ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അയാൾ അവിടെ നിങ്ങൾക്കൊപ്പം വന്നു, നിങ്ങൾക്കൊപ്പം ഇരുന്നു, ഭക്ഷണം കഴിച്ചു, സന്തോഷമായിട്ട് അയാൾ മടങ്ങിപ്പോയി. അത് ഇലക്ഷന്റെ ഭാഗമായിക്കോട്ടെ, ആരുടെയെങ്കിലും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടായിക്കോട്ടെ, എന്തിനു വേണ്ടിയിട്ടോ ആയിക്കോട്ടെ, ഒപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കൊടുത്തിട്ട് തിരിഞ്ഞു നിന്ന് കാലുമടക്കി അടിക്കുന്ന സ്വഭാവം നല്ലതല്ല ഉസ്താദേ. അത് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. നിങ്ങൾ കഞ്ഞി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കഞ്ഞിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തെ അപമാനിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. പക്ഷെ അയാൾക്ക് കൊടുക്കേണ്ട മറുപടി നിങ്ങൾ അയാൾക്ക് കൊടുക്കണമായിരുന്നു. നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ വിളിച്ചോ വിളിച്ചില്ലേ എനിക്കറിയത്തില്ല, ചിലപ്പോൾ വലിഞ്ഞു കയറി വന്നതായിരിക്കും, ചിലപ്പോൾ അല്ലാതെ വന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് സന്തോഷത്തോടു കൂടി മടങ്ങിയ ആ ഒരു മനുഷ്യനെ ഒരു നേരത്തെ അന്നം കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ നിലവാരം തന്നെയാണ് ഇടിഞ്ഞു താഴ്ന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ ഉസ്താദിന് പ്രിയപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട് നമ്മളെ തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പറയേണ്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. എന്തായാലും വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.